ഇനി പ്രമുഖ മുസ്ലിം മതപണ്ഡിതനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ജീവചരിത്രം പുറത്തിറങ്ങുകയാണ്. ഡൽഹി ആസ്ഥാനമായുള്ള മാജിക് മൂൺ പബ്ലിഷേഴ്സാണ് വൺ ടൈം വൺ ലൈഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലുള്ള ജീവചരിത്രം തയ്യാറാക്കിയത്. യാഥാസ്ഥിതിക മതനേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാന്തപുരത്തിന്റെ ജീവചരിത്രം എഴുതിയവരിൽ വനിതയും ഉണ്ടെന്നതും വളരെ കൗതുകമുള്ള കാര്യമാണ്. കോഴിക്കോടിന്റെ മലയോര ഗ്രാമത്തിൽ നിന്നും രാജ്യത്തെ ഏറ്റവും പ്രൊഫഷണലായ മുസ്ലിം പണ്ഡിതനിലേക്കുള്ള അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതയാത്രയാണ് വൺ ടൈം വൺ ലൈഫ്. ഈ ജീവിതം കേരളത്തിനും രാജ്യത്തിനും പുറത്തുള്ള വായനക്കാർക്ക് പരിചയപ്പെടുത്തുകയാണ് പുസ്തകത്തിന്റെ ലക്ഷ്യം. പൊതുസമൂഹത്തിന് കൂടി അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും എങ്ങനെയാണ് അദ്ദേഹം വളർന്നു വന്നതെന്നും അദ്ദേഹം എങ്ങനെയാണ് ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത്, വിശിഷ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ, ആരോഗ്യ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം മാറ്റിയെടുത്തത് എങ്ങനെ എന്നതിനെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന നിമിഷപ്രിയക്കായുള്ള ഇടപെടലുകളടക്കം പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട്. 15 അധ്യായങ്ങളിലായി 300 പേജുകളിലായാണ് ജീവചരിത്രം. മറ്റ് രാജ്യങ്ങളിൽ ഉസ്താദ് നടത്തിയ ഇടപെടലുകൾ, അതേപോലെ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യ എന്ന ഒരു വികാരത്തെ എങ്ങനെ ഇന്ത്യയിലെ മതപരമായി എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, സാഹോദര്യത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഡൽഹി ബെന്നറ്റ് സർവകലാശാല അധ്യാപകനായ NP അഹമ്മദ് ജുനൈദ്, കാലിക്കറ്റ് സർവകലാശാല ഗവേഷക ആദില ഹുസൈൻ, മാധ്യമപ്രവർത്തകനും ഗവേഷകനുമായ യാസർ അറഫാത്ത്, മുംബൈയിലെ പിരമിഡ് ഫൗണ്ടേഷനിലെ സീനിയർ പ്രോഗ്രാം ലീഡറായിരുന്ന MK ഷബീർ എന്നിവരാണ് രചയിതാക്കൾ. UAE പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ സലാം കോലിക്കലാണ് മുഖ്യ രചയിതാവ്. നാളെ ബംഗളൂരിലെ പ്രസിഡൻസി സർവകലാശാലയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് പുസ്തകം പുറത്തിറക്കുന്നത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.